സതീശൻ മിന്നുന്നു LDFിൽ കൂട്ടയാടി. കൂട്ടയാടി വേറൊന്നിനുമല്ല, അസംബ്ലിയിൽ VD സതീശനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് LDFിലെ തർക്കവിഷയം. നിയമസഭയിൽ ഭരണപക്ഷത്തെ നേരിടാൻ സ്വീകരിക്കുന്ന അടവുകൾ എല്ലാം പാളുന്നുവെന്നാണ് LDFിൽ വലിയ വിമർശനം. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നിർദ്ദേശമടങ്ങിയ ധനബിൽ ചർച്ചയിൽ പ്രതിപക്ഷ തന്ത്രം തിരിച്ചടിച്ചുവെന്നാണ് വിലയിരുത്തൽ. അത് കറക്റ്റായിട്ട് VD സതീശൻ ഗോളടിച്ചു എന്നതാണ് കൃത്യമായി LDFിലെ വിമർശനം. LDFിൽ അങ്ങനെ വിലയിരുത്തൽ, LDFിലെ വിമർശനമാണ് ഞാനീ പറയുന്നത്. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റ വിഷയം സ്വീകരിച്ച നിലപാടും വേണ്ടത്ര ഫലിച്ചില്ല. ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് വലിയ ആശങ്ക പ്രതിപക്ഷം പറഞ്ഞെങ്കിൽ അതിനേക്കാൾ വലിയ ആശങ്ക മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ പിന്നെ കാര്യമില്ലല്ലോ, തീർന്നല്ലോ. മാത്രമല്ല, അദാനി കീഴടങ്ങുകയും കൂടെ ചെയ്തപ്പോൾ, അദാനി കത്തും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണം ഷൂ എന്നായി എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നായി, വെള്ളത്തിൽ വിട്ട പോലെ ആയി എന്നാണ് പറയുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വെച്ചുള്ള CPI തർക്കവും തുടരുന്നതിൽ പ്രതിപക്ഷ MLA മാരുടെ യോഗം ചേരാൻ പോലും കഴിയുന്നില്ല. കാരണം പ്രതിപക്ഷ MLA മാരെ യോഗം ചേർന്നാൽ 25 പേരുള്ള CPM-ഉം 9 പേരുള്ള CPI-യും ഒരാളുള്ള ജനതാ തമ്മിൽ വലിയ തർക്കം നടക്കും. അപ്പോൾ അത് നടക്കുന്നില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവിനുള്ള നിർദ്ദേശം സമിതിയിലേക്ക് ഒളിച്ചു കടത്തിയെന്നായിരുന്നു സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ പ്രധാന വിമർശനം. സഭയിൽ ഒരു ബിൽ വരുന്നതിനെ നിയമപരമായ നടപടിക്രമം പാലിച്ചായിരുന്നു ധനബിൽ സഭയിൽ എത്തിയത്. ധനബില്ലുകൾ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാറുണ്ട്. സഭയ്ക്ക് അതിന് ഇളവ് നൽകാം. ഈ ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോകാൻ നേരിട്ട് നിയമസഭ പരിഗണിക്കാൻ കാര്യോപദേശ സമിതിയാണ് തീരുമാനിച്ചത്. സമിതിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPI നേതാവ് K രാജനുമുണ്ട്. അപ്പോൾ അവർ ഇരുന്നു കൊണ്ടാണ് ഒരു തീരുമാനമെടുത്ത് ധനബിൽ നേരിട്ട് കൊണ്ടുവരുന്നതിനെ കാര്യസമിതിയിൽ എതിർക്കാതെ ബിൽ സഭയിൽ വന്നപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാത്തതിനെ എതിർത്തത് സ്വയം പരാജയപ്പെടുത്തുന്ന വാദമെന്നാണ് ഒരു വിമർശനം. മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശനാകട്ടെ KN ബാലഗോപാൽ അവതരിപ്പിച്ച അവസാന ബഡ്ജറ്റ് ബന്ധപ്പെട്ട ധനബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് സഭയിൽ അവതരിപ്പിച്ച കാര്യം ചൂണ്ടിക്കാട്ടി തിരിച്ചടിക്കുകയും ചെയ്തു. അങ്ങനെ ഉപ്പിന് ഉപ്പ്, ഉപ്പേരി ഉരുളയ്ക്ക് ഉപ്പേരി എന്നുള്ള നിലയിൽ, പല്ലിന് പല്ല്, നഖത്തിന് നഖം എന്നുള്ള രീതിയിൽ VD സതീശൻ ഭരണകക്ഷി നേതാവായും മുഖ്യമന്ത്രിയായും തിളങ്ങുന്ന കാഴ്ചയാണ് അസംബ്ലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യ കമ്പനികളെ സഹായിക്കാൻ സർക്കാർ ഒത്താശ ചെയ്തുവെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി സഭ ബഹിഷ്കരിച്ച രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. അതിന് സ്വീകരിച്ച തന്ത്രത്തിൽ പാളിച്ച പറ്റി. നിയമസഭാ പ്രവർത്തനത്തിൽ സാമർത്ഥ്യക്കാരനായ മുഖ്യമന്ത്രിയോട് എതിരാൻ കൂടുതൽ തന്ത്രപരമായ നീക്കമെന്നുമാണ് മുതിർന്ന നേതാക്കളുടെ നിരീക്ഷണം. എന്തായാലും സതീശനോട് കളി വേണ്ട. സതീശൻ കൃത്യമായ കളികൾ പഠിച്ചതാണ്. അതുകൊണ്ട് കളി സതീശനോട് വേണ്ട. സതീശൻ പൂക്കി ആണ്. പൂക്കി എന്ന് പറഞ്ഞാൽ പൊക്കി അടിക്കും എന്നതിൻ്റെ മലയാളമാണ് പൂക്കി. അങ്ങനെ പ്രതിപക്ഷത്തെ പൊക്കി അടിച്ചിരിക്കുന്നു. 102, 3, 105, 35 പേരേ ഉള്ളൂ പ്രതിപക്ഷം. അത് പോരെ. പക്ഷേ എന്തായാലും പ്രമുഖരുണ്ട്. പിണറായി വിജയൻ ഉണ്ടല്ലോ, ഏറ്റവും വലിയ കാരണഭൂതനപ്പുറത്തുണ്ടല്ലോ. പിന്നെ ബാലഗോപാലുണ്ട്. അങ്ങനെ വളരെ പ്രമുഖരായ ആളുകളുണ്ട്. എങ്കിലും ഒരു കാര്യമില്ല. കൃത്യമായി നിയമസഭയിൽ ഭരണപക്ഷം ഗോളടിച്ചിരിക്കുന്നു. LDFിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തെ പ്രതിസന്ധി CPI-CPM തമ്മിലുള്ള അടിയാണ്. അവരുടെ ഈ ഉപനേതാവ് ആര്, പ്രതിപക്ഷ ഉപനേതാവ് ആര് എന്നുള്ള തല്ലാണ്. മാത്രമല്ല, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ബാലഗോപാൽ അടക്കമുള്ള ആളുകൾ സൈലൻ്റായി ഇരിക്കുകയും ചെയ്യുന്നു. അവർ കൃത്യമായി ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നൊരു വാദവുമുണ്ട്. അങ്ങനെ LDF അസംബ്ലിയിൽ പരാജയമാണ് നിയമസഭയിൽ എന്നൊരു വാർത്തയും ഓരോ കാര്യത്തിലും, അദാനിയുടെ പോർട്ടിൻ്റെ കാര്യത്തിലായാലും മദ്യത്തിൻ്റെ കാര്യത്തിലായാലും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന 2 വിഷയങ്ങളെയും ക്ലീൻ ബൗൾഡായി എന്നാണ് കൃത്യമായി സതീശൻ അതിനെ തിരിച്ചടിച്ചു. അത് വളരെ കൃത്യമായി. അദാനിയുടെ കേസിലാണെങ്കിൽ അദാനി തിരിച്ച് കത്ത് വരെ കൊടുത്തു ഗവൺമെൻറ്റിന്. ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല, ഞങ്ങളൊരു നയപരമായ തീരുമാനമെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഒപ്പൊന്നും ഇട്ടിട്ടില്ല. ഒപ്പിടുന്ന മുമ്പേ സെബിയുടെയും കേരള സർക്കാരിൻ്റെയും കേന്ദ്രത്തിൻ്റെ എല്ലാവരുടെയും അനുവാദം വാങ്ങി ഫയലിൽ വച്ചതിന് ശേഷമേ ഞങ്ങൾ ഒപ്പിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഒരു നയപരമായൊരു തീരുമാനമെടുത്തു എന്നുള്ള അപ്പോൾ വാർത്ത പുറത്ത് വന്നു എന്നുള്ളതേ ഉള്ളൂ. ആവേശത്തിൽ പുറത്ത് വന്നതാണ് വാർത്ത എന്ന് പറഞ്ഞ് തടി ഊരി അദാനി. അതുപോലെ തന്നെ മദ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ, മദ്യത്തിൻ്റെ കാര്യം കേരളം മുഴുവൻ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് VD സതീശൻ പറയുമ്പോൾ പിന്നെ ഒളിച്ചു കടത്തിയതാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഒളിച്ചു കടത്തി, ഇത് UDFിലും ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്യാതെ മദ്യനയം രൂപീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുകയും, അതുപോലെ തന്നെ കേരളമാകെ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് VD സതീശൻ പറയുമ്പോൾ അവിടെയും ചീറ്റിപ്പോയി. നനഞ്ഞ പടക്കമായി പോയി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ. അതിൻ്റെ അലകളും അനുരണനങ്ങളും അതിൻ്റെ അടിയും പിടിയുമൊക്കെ എവിടെ നടക്കുന്നു? LDFിൻ്റെ യോഗത്തിൽ നടക്കുന്നു. LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടാൻ പോലും മാസം 1 കഴിഞ്ഞെങ്കിലും ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്, പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ വിജയമാണ്. ഗവൺമെൻറ്
വലിയ തോതിലാണ് പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് കൂടിയിരുന്നവർക്കൊരു ഉപനേതാവിനെ എടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ പടലപ്പണക്കത്തിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. അതിനിടയിൽ അവർ സഭയിൽ കൊണ്ടുവരുന്ന വിഷയങ്ങൾ ചീറ്റിപ്പോകുന്ന അവസ്ഥയും കൂടി കാണുമ്പോൾ ചാമ്പ്യനാവുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും ചാമ്പ്യനാവുകയാണ്. കാര്യം പ്രതിപക്ഷത്ത് വേറെ നേതാക്കളില്ലല്ലോ, അവർ തളരുകയല്ലേ. അപ്പോൾ അവിടെ അസംബ്ലിയിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം വി.ഡി. സതീശൻ തന്നെ.